നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ്, ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഷീറ്റ് മെറ്റൽ മാലറ്റ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഷേപ്പിംഗ് ടൂളാണ്. ഇതെന്താണ്? ഒരു ഷേപ്പിംഗ് ടൂളാണ്. ഓക്കെ, ഒരു സോഫ്റ്റ് ഹാമറിനെ പോലെ തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു ഹാമർ തന്നെയാണ്, പക്ഷേ സോഫ്റ്റ് ഹാമേഴ്സ് ആണ്, മെറ്റൽസ് കൊണ്ടല്ല ഉണ്ടാക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇത് ഷേപ്പിംഗ് ടൂളാണ്. എന്താണത്? ഷേപ്പിംഗ് ടൂളാണ്. ഓക്കെ, ഷേപ്പിംഗ് ടൂളാണ്. ഇത് നമുക്ക് പറയാം എന്താണ്? ഇതൊരു സോഫ്റ്റ് ഹാമർ ആണ് എന്ന് പറയാം. സോഫ്റ്റ് ഹാമർ ആണ് എന്ന് പറയാം. ഓക്കെ, സോഫ്റ്റ് ഹാമർ ആണ് എന്ന് പറയാം. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ PSCയുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതായത് ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് ആർ മെയ്ഡ് ഓഫ് എന്ന് പറയുന്നതിൽ PSCയുടെ ഉത്തരം എപ്പോഴും എന്താണ്? ഹാർഡ് വുഡ് ആണ്. ഓക്കെ, എന്താണ്? അപ്പോൾ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് ആണ്. ഹാർഡ് വുഡ് ആണ്. അതിന് കാരണമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡ് വുഡ് കൊണ്ട് ഉണ്ടാക്കി നമ്മൾ ഓർഡിനറി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്താണ് മാലറ്റുകളാണ് നമ്മൾ ഹാർഡ് വുഡോട് ഉണ്ടാക്കുന്നത്. വുഡ് മാലറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാലറ്റുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഹാർഡ് വുഡ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, നമ്മുടെ ചുറ്റിക പോലെ തന്നെ ഇരിക്കും. ഓക്കെ, ഒരു പിടി ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഈ സാധനം ഇത് ചുറ്റിക ആയിരുന്നു എങ്കിൽ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഏതായിരിക്കും? മെറ്റൽ ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഏതിനെ കൊണ്ടാണെന്ന് പറയുന്നത്? ഹാർഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് തന്നെ ഹാൻഡിലാണ്. ഓക്കെ, ഇത് ഹെഡാണ്, ഇത് ഹാൻഡിലാണ്. അപ്പം ഹെഡ് ഉണ്ടാക്കിയത് ഹെഡാണ്, ഇത് ഹാൻഡിലാണ്. അപ്പൊ ഈ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഹാർഡ് വുഡിനെ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വുഡ് മാത്രമല്ല, പിന്നെയോ ഹാർഡ് റബ്ബർ, ബ്രാസ്, ലഡ്, റോ ഹൈഡ്, ഇതൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതിനെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ റോ ഹൈഡുകൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ ഹാർഡ് റബ്ബർ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ കോപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ ബ്രാസ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ ലഡ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയോ വുഡ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷനിൽ ഈ പറയുന്ന എല്ലാ സാധനവും ഉണ്ടാകും കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ്? റോ ഹൈഡ് ഉണ്ടാവും, പിന്നെ റബ്ബർ ഉണ്ടാവും, കോപ്പർ ഉണ്ടാവും, ബ്രാസ് ഉണ്ടാവും, ലഡ് ഉണ്ടാവും ചെയ്യും, അവസാനം ഹാർഡ് വുഡ് ഉണ്ടാവും ചെയ്യും. ഓക്കെ, അപ്പോൾ ഉത്തരം PSCയുടെ ഹാർഡ് വുഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ITI ബുക്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് എന്ന്. ആക്ച്വലി അത് സ്റ്റാൻഡേർഡ് ഷീറ്റ് മെറ്റൽ മാലറ്റ് അല്ലെങ്കിൽ വുഡ് മാലറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഏതുകൊണ്ട് ഉണ്ടാക്കുന്നത്? ഹാർഡ് വുഡ് കൊണ്ട് ഉണ്ടാക്കുന്നത്. അതിനെ അവർ ഹൈലൈറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എഴുതുമ്പോൾ അവർ എഴുതി എന്താണ്? ഷീറ്റ് മെറ്റൽ മാലറ്റ്സ് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് വുഡ് എന്നാണ്. അതുകൊണ്ട് PSCയുടെ ഉത്തരം എന്താണ്? ഇതാണ് PSCയുടെ ഉത്തരം. PSC ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ. അപ്പൊ PSCയുടെ ഓപ്ഷനിൽ ഇതെല്ലാം ഉണ്ടാവും. ഏത്? കോപ്പർ, ബ്രാസ്, ലെഡ്, പിന്നെ ഹാർഡ് വുഡ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് കുത്താതിരിക്കരുത്. എന്ത് എഴുതണം? നിങ്ങൾ ഹാർഡ് വുഡ് എന്ന് പറയുന്ന ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം കേട്ടല്ലോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഈ പറയുന്ന മാലറ്റിനെ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയയും അതിന്റെ ഷേപ്പിനും അനുസരിച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പം മാലറ്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫൈഡ് ബൈ എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഇതിന്റെ ഡയ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇതിന്റെ ഡയ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഡയ സ്പെസിഫൈഡ് ബൈ ഡയ. ഓക്കെ, പിന്നെ ഷേപ്പ്. അപ്പോൾ ഡയയും ഷേപ്പും, ഡയ ഓഫ് ദ ഫേസ്, ഷേപ്പ് ഓഫ് ദ ഫേസ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ ഷേപ്പ് നമ്മൾ പഠിക്കും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഷേപ്പിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള മാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈയും ഷേപ്പും അയാളുടെ ഫേസിന്റെ, ഓക്കെ, ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡൈയും ഷേപ്പിനും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാലറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഈ ക്രോസ് ഈ എന്താ പറയുക, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ പോർഷനാണ് അതിന്റെ ഫേസ് എന്ന് പറയുന്നത്. താഴെയും അതുപോലെ ഫേസ് ഉണ്ടാകും കേട്ടോ. താഴെയും എന്തുണ്ട്? എനിക്ക് ഫേസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ഷേപ്പിനനുസരിച്ചിട്ടും അതിന്റെ ഡയമീറ്ററിനും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാലറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി എന്തൊക്കെ ടൈപ്പ് മാലറ്റ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി മാലറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെയോ ബോസിംഗ് മാലറ്റ് ഉണ്ട്. പിന്നെയോ എൻഡ് പാക്ഡ് അല്ലെങ്കിൽ ഫേക്ക്ഡ് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. എൻഡ് പാക്ഡ് ആണ് അതിന്റെ പേര് കേട്ടോ. എൻഡ് പാക്ഡ് മാലറ്റ്. പിന്നെയോ റോ ഹൈഡ് മാലറ്റ്. അപ്പൊ ഇവിടുത്തെ ശ്രദ്ധിക്കുക നിങ്ങൾ, റോ ഹൈഡ് മാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ.
റോ ഹൈഡ് മാലറ്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? റോ ഹൈഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം PSCയുടെ ഉത്തരം വരുമ്പോൾ ഹാർഡ് വുഡ് എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? ആ ITI ബുക്കിൽ അങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം PSCയുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഉത്തരവും ഹാർഡ് വുഡ് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓർഡിനറി മാലറ്റ് ഉണ്ട് നമുക്ക്, ബോസിംഗ് മാലറ്റ് നമുക്ക്, എൻഡ് പാക്ക് മാലറ്റ് നമുക്ക്, റോ ഹൈഡ് ഉണ്ട് നമുക്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ടും പഠിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പറയേണ്ടത് ഏതാണ്? ഓർഡിനറി മാലറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ആരെ കുറിച്ചിട്ടാണ് ആദ്യം പറയാനുള്ളത്? ഓർഡിനറി മാലറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അപ്പൊ എന്താണ് ഒരു ഓർഡിനറി മാലറ്റ്? ഇങ്ങനെയാണ് ഓർഡിനറി മാലറ്റ് കാണാൻ വേണ്ടിയിരിക്കുക. ഓക്കെ, അതായത് അതിനൊരു ഹാൻഡിൽ ഉണ്ടാവും, ഒരു ബോഡി ഉണ്ടാവും, ഒരു ഫേസ് ഉണ്ടാവും. ഓക്കെ, ഈ പറയുന്ന ഫേസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ ആ ഹെഡ് എന്ന് പറയുന്ന ആള്, ഈ ഭാഗം, ഈ ഹെഡ് എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഏതിനാണ്? ഓർഡിനറി മാലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്തുകൊണ്ടാണ്? ഹാർഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓക്കെ, ഇത് ഹാൻഡിലാണ്, വുഡൻ ഹാൻഡിലാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോഡി അല്ലെങ്കിൽ ഇതിന്റെ ഹെഡ് എന്ന് പറയുന്ന ഭാഗം, ഇതാണ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ ചുറ്റി കൊണ്ട് അടിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തിന് എന്ത് പറയുന്നത്? ഫേസ് എന്ന് പറയുന്നത്. സ്ട്രൈക്കിംഗ് പോർഷനാണ് എന്ത് പറയുന്നത്? ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് മൊത്തത്തിലാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഓർഡിനറി മാലറ്റ് ആണെങ്കിൽ ഹാർഡ് വുഡ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഫേസ് കുറച്ച് കോൺവെക്സ് ആയിരിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താവാൻ പാടില്ല? ഈ ഫേസ് ഫ്രോസൺ ആവാൻ പാടില്ല. ഓക്കെ, അവിടെ പോയിട്ട് അടിച്ചൊക്കെ നിൽക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് കോൺവെക്സ് ആയിരിക്കണം. കോൺവെക്സ് ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ഫോർ അവോയ്ഡിങ് എഡ്ജ് ഓഫ് ദ മാലറ്റ് ഫേസ് ഗെറ്റിംഗ് ഫ്രോസൺ വൈൽ ബീറ്റിംഗ് അപ്പ്. ഓക്കെ, അപ്പം എഡ്ജ് ഫ്രോസൺ ആവാതിരിക്കാൻ വേണ്ടി, അതിൽ പോയിട്ട് ചേർന്ന് അവിടെ തന്നെ പറ്റി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോൺവെക്സിറ്റി നമ്മൾ അതിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സാധനം? ഇതാണ് നമ്മുടെ ഓർഡിനറി മാലറ്റ് എന്ന് പറയുന്നത്. പിന്നെയോ എഴുതേണ്ട കാര്യം ഇതാണ്: ബോത്ത് ഫേസസ്, രണ്ട് ഫേസ്, മുകളിലുള്ള ഫേസ്, താഴെയുള്ള ഫേസ് ആർ പ്രൊവൈഡഡ് വിത്ത് എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ലിറ്റിൽ കോൺവെക്സിറ്റി എന്ന് വേണം. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ നോ എന്നാണ് കേട്ടോ. ലിറ്റിൽ കോൺവെക്സിറ്റി. ഓക്കെ, എന്താ കാരണം? എന്തിനാ ഈ കോൺവെക്സിറ്റി കൊടുക്കുന്നത്? അതിന്റെ ഫേസിന്റെ എഡ്ജുകൾ ഫ്രീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് അവിടെ പോയി പറ്റി പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫോർ അവോയ്ഡിങ് എന്താ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? എഡ്ജസ് ഓഫ് mallet face getting frozen while beating the jaw. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോൺവെക്സ് ആക്കുന്നത്. ആ ഫേസിന്റെ ഫേസിന് നമ്മൾ കോൺവെക്സ് ആക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ബോസിംഗ് മാലറ്റ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതിനാണ് ബോസിംഗ് മാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ബോസിംഗ് മാലറ്റ്? എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ഹോളോയിങ്, ബീറ്റിംഗ്, ഷേപ്പിംഗ് ഹെമിസ്ഫെറിക്കൽ ബോൾ. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ഫോർ ഹോളോയിങ് പാനൽ, ഓക്കെ, ജനറൽ ഹോളോയിങ് എന്ന് പറഞ്ഞാൽ മതി. പാനൽ എങ്കിൽ പാനൽ. ഓക്കെ, പിന്നെയോ ബീറ്റിംഗ്, ജനറൽ ബീറ്റിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഷേപ്പിംഗ് ഹെമിസ്ഫെറിക്കൽ ബോൾ. ഇപ്പൊ ഇത് PS ചോദിക്കും. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കാത്തൊരു ചോദ്യമാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈ ഭാഗത്തുനിന്ന്. ഷേപ്പിംഗ് ഹെമിസ്ഫെറിക്കൽ ബൗൾ. ഓക്കെ, ഓപ്ഷനിൽ ഒരുപക്ഷെ ഉണ്ടാവുക വെറും ബോസിംഗ് മാലറ്റ് എന്നല്ല. ഏത് ഉപയോഗിച്ചിട്ടാണ്? റേസിംഗ് ബോസിംഗ് മാലറ്റ് എന്നാണ്. ഓക്കെ, അപ്പം ബൈ റേസിംഗ് ബോസിംഗ് മാലറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഓപ്ഷനിൽ ഉണ്ടാവുക റേസിംഗ് ബോസിംഗ് മാലറ്റ് എന്നാണ് ഓപ്ഷനിൽ ഉണ്ടാവുക. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെമിസ്ഫിയറിക്കൽ ബൗള് ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ബൗളില്ലേ നമ്മുടെ പാത്രം. ഓക്കെ, അടുത്തത് എൻഡ് പാക്ക്ഡ് മാലറ്റ്. ഇവനാണ് എൻഡ് പാക്ക്ഡ് മാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു അറ്റം ചെറുതായിരുന്നു കൂർത്തു ഇരിക്കുന്നത് പോലെ, പാക്ക് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. ഓക്കെ, അപ്പൊ അവൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ സ്ട്രെച്ചിങ്, ഹാമറിങ്. ഓക്കെ,
യൂസ്ഡ് ഫോർ ഇതിനാണ് സ്ട്രെച്ചിങ് ഹാമറിങ്. സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കേട്ടോ. ജനറൽ ഹാമറിങ് അല്ല. ഇൻ ജനറൽ ഹാമറിങ്ങിന് ഉപയോഗിക്കാനേ പാടില്ല. അതായത് നമ്മുടെ ഹാമറിന് പകരം ഇവന്മാർ ഉപയോഗിക്കാൻ വേണ്ടി പാടേയില്ല. ഓക്കെ, അപ്പൊ സ്ട്രെച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് ആരെയാണെന്ന് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്ട്രെച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ആരെയാണ്? എൻഡ് പാക്ഡ് മാലറ്റിനെയാണ്. എൻഡ് പാക്ഡ് മാലറ്റ് എന്നൊക്കെ കാണാൻ പറ്റും, ഫേക്ക്ഡ് മാലറ്റ് എന്നൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രെച്ചിങ് പർപ്പസ് അത് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യുക. യൂസ്ഡ് ഫോർ സ്ട്രെച്ചിങ്. ഓക്കെ, ക്ലിയർ അല്ലേ? യൂസ്ഡ് ഫോർ എന്താണ്? സ്ട്രെച്ചിങ് ആണ്. ഓക്കെ, അടുത്തത് റോ ഹൈഡ് മാലറ്റ് ആണ്. ഇതാണ് റോ ഹൈഡ് മാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോ ഹൈഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നമ്മുടെ ഈ പറയുന്ന മാലറ്റുകൾ. അതായത് ലെതർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സാധനമാണ് റോ ഹൈഡ് മാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൃഗങ്ങളുടെ തോല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് റോ ഹൈഡ് മാലറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്, അതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. മൃഗങ്ങളുടെ തോല്, ലെതർ എന്നൊക്കെ വേണ്ടി നമുക്ക് വേണ്ടി പറയാം. ഓക്കെ, അടുത്തത് ഹാമേഴ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഹാമേഴ്സ്? ഹാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് ടൂൾ ആണ്. ഹാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഹാൻഡ് ടൂൾ. ഓക്കെ, എഞ്ചിനീയറിംഗ് ഹാമർ എന്നാണ് അതിന് പറയുന്നത്. എന്താണ്? ഒരു ഹാൻഡ് ടൂൾ ആണ്. ഹാൻഡ് ടൂൾ. ഓക്കെ, എന്തിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ്. സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ എന്താണ്? സ്ട്രൈക്കിംഗ്. ഓക്കെ, ഇതാണ് ആ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എപ്പോ? വൈൽ പഞ്ചിങ്ങിന്റെ സമയത്ത് പഞ്ചിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൈൽ പഞ്ചിങ്. ബെൻഡിങ്ങിന്റെ സമയത്ത് ബെൻഡ് ചെയ്യപ്പെടേണ്ട മെറ്റലിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൻഡിങ്. ഓക്കെ, പിന്നെയോ സ്ട്രെച്ചിങ്, മെറ്റലിനെ സ്ട്രെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും. ഓക്കെ, സ്ട്രെയിറ്റിംഗ്. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്, മെറ്റലിനെ സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സ്ട്രെയിറ്റനിങ്. പിന്നെയോ ചിപ്പിംഗ് ഹാമേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ കോൾഡ് ആയിട്ടുള്ള ചിസില്, അതിന് കോൾഡ് ചിസിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചിപ്പ് ചെയ്യുന്ന നേരത്തെ ചിസിലിനെ അടിക്കാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന ഹാമേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ ഫോർജിങ്, അടിച്ചു പരത്തുക, ഷേപ്പ് ചെയ്തെടുക്കുന്നതിന്. ഓക്കെ, പിന്നെയോ റിവറ്റിന്റെ ഹെഡ് ഫോം ചെയ്യുന്നതിനൊക്കെ. ഓക്കെ, റിവറ്റിംഗ്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഹാമേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹാമറിന്റെ മെയിൻ പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാമറിന് 2 മെയിൻ പാർട്ടാണുള്ളത്. ഓക്കെ, 2 മെയിൻ പാർട്ടുകളാണ് ഹാമറിനുള്ളത്. ഒന്ന് ഈ ഭാഗം, ഇതിനാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ഇവനാണ് ഇതിന്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഷാങ്ക്, ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 മെയിൻ പാർട്ടാണുള്ളത്. ആരൊക്കെയാണ്? ഹെഡും ഹാൻഡിലും. ഹാൻഡിൽ സാധാരണഗതിയിൽ എന്തായിരിക്കും? വുഡ് കൊണ്ടുണ്ടാക്കിയവനാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 മെയിൻ പാർട്സ്. അതിന്റെ ഹാമറിന്റെ ആണ് കേട്ടോ. 2 മെയിൻ പാർട്സ്. ഹെഡിന്റെ പാർട്സ് അല്ല പറയുന്നത്, ഹാമറിന്റെ പാർട്സ് ആണ് പറയുന്നത്. എന്താണത്? ഹെഡ്, പിന്നെയോ ഹാൻഡിൽ. ഓക്കെ, സാധാരണഗതിയിൽ ഹാൻഡിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഹെഡ് ഉണ്ടാക്കുന്നത് മെറ്റൽ കൊണ്ടാണ്. ഓക്കെ അല്ലേ? ഇനി ഏത് മെറ്റലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഹെഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, ഏത് മെറ്റലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹെഡ് ഉണ്ടാക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീലാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റുമാണ്. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ITI ബുക്കിൽ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിടെക് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് പറയുന്നത് സ്റ്റീൽ അല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, അപ്പം ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ പറയുന്ന ഹാമർ ഹെഡ് ഉണ്ടാക്കും. ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവൻ ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സാധാരണഗതിയിൽ വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ചില നേരത്ത് നമുക്ക് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവന്റെ മെയിൻ പാർട്സ് ഒന്ന് നോക്കിക്കേ. ഈ ഹെഡിന്റെ മെയിൻ പാർട്സ് നമുക്കൊന്ന് നോക്കിയേക്കാം. എന്തൊക്കെയാണ് ഹെഡിന്റെ മെയിൻ പാർട്സ് എന്നുള്ളത് ആ പടത്തിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡിന്റെ മെയിൻ പാർട്സ് നമുക്കൊന്ന് നോക്കിയേക്കാം. ഓക്കെ, ഹെഡിന് ഈ താഴെ കാണുന്ന ഇവനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആരെയാണ് ഫേസ്? ഇവിടെ കാണുന്നവൻ. ഓക്കെ, അടിച്ചു പരത്തുന്ന ആ ഭാഗത്തിനെയാണ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അടിച്ചു പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഭാഗത്തിന് ഫേസ് എന്ന് പറയും. ഓക്കെ,
ഫേസിന് തൊട്ട് മുകളിലുള്ള ഈ ഭാഗത്തിന് പോൾ എന്ന് പറയും, POLL എന്ന് പറയും, POLE എന്ന് പറയും. ഓക്കെ, അതിന്റെ മുകളിൽ കാണുന്നവനാണ് എന്ത്, ചീക്ക് എന്ന് പറയുന്നവൻ. അതിന്റെയും മുകളിൽ കാണുന്ന ഈ ചെരിഞ്ഞ ഭാഗത്തിന് നെക്ക് എന്ന് പറയും. ഓക്കെ, അതിന്റെ മുകളിൽ കാണുന്നവന് പീൻ എന്ന് പറയും. അപ്പൊ ഫേസും പീനും ചീക്കുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ. ഈ പറഞ്ഞതിൽ പോളും ഈ പറയുന്ന നെക്കിനെയും നമുക്കൊന്ന് മാറ്റി നിർത്താം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാണ്, ഫേസ്, ചീക്ക്, പീനാണ്. പിന്നെയോ എനിക്ക് ഈ ഹാൻഡിൽ പിടിപ്പിക്കണമെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഹോളിൽ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടാണ് കാണുന്നത്. അപ്പൊ അതാണ് ഐ ഹോള് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഐ ഹോളിന്റെ ഉള്ളിൽ ഞാൻ വീണ്ടും ഒരു ചെറിയൊരു ക്ലീറ്റ് ഇട്ട് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ വെഡ്ജ്, ഒരു മരക്കഷ്ണം വെഡ്ജ് ആപ്പ്, ഓക്കെ, ആപ്പ് വെക്കുക നമ്മൾ പറയാറില്ലേ, യെസ്, ആ വെഡ്ജ് ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ എന്തേ ആവുള്ളൂ, എന്നാലേ ഇത് പ്രോപ്പർ ആയിട്ട് ടൈറ്റ് ആവുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ പാർട്സ് ഏതൊക്കെയാണ്, മെയിൻ പാർട്ടുകൾ ഏതൊക്കെയാണ്, ഫേസ്, ചീക്ക്, പീന്, പിന്നെ ഐ ഹോൾ. ഇതാണ് മെയിൻ പാർട്ടുകൾ. പിന്നെ ഫേസിന് തൊട്ട് മുകളിൽ വരുന്നവൻ പോള്, പിന്നെയോ നമ്മുടെ പീനിന്റെ തൊട്ട് താഴെ വരുന്ന ആ കേർഡ് പോർഷൻ നെക്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ ഐ ഹോളില് ഹാൻഡില് ഗ്രിപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു വെഡ്ജും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ പാർട്ടും പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഓരോ പാർട്ട് നമുക്ക് പഠിച്ചേക്കാം. ഓക്കെ, അപ്പം ഫേസ് എന്ന് പറയുന്നത് ഈ മുകളിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, മുകളിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്, അടിച്ച് പരത്താൻ വേണ്ടി, ഹാമറിംഗ് പ്രോസസ്സിന് വേണ്ടി അടിച്ച് പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഭാഗത്തിനെയാണ് എന്താ പറയുന്നത്, നമ്മൾ ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ സ്ട്രൈക്കിംഗ് പോർഷൻ, ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രൈക്കിംഗ് പോർഷൻ ആണ് ആര്, ഫേസ് എന്ന് പറയുന്നവൻ. ഓക്കെ, ഇത് സ്ലൈറ്റ്ലി എന്താണ്, കോൺവെക്സ് ആണ് അല്ലെ? സ്ലൈറ്റ്ലി നിങ്ങൾക്ക് താഴത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലെ? ഇത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ്. ഇവിടെ ഒന്ന് ചാംഫർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. ഓക്കെ, സ്ലൈറ്റ്ലി എന്താണ്, അവൻ കോൺവെക്സ് ആണ്. അപ്പൊ സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ്. എന്തിനാണ്, ഡിഗ്ഗിങ് ഇൻ അല്ലെ? നേരത്തെ ഫ്രോസ് എന്ന് പറയുന്ന സെയിം സാധനത്തിന് വേറെ രീതിക്ക് നമ്മൾ പറയുന്നതാണ് ടു അവോയ്ഡ് ഡിഗ്ഗിങ് ഓഫ് ദി എഡ്ജ്, ടു അവോയ്ഡ് digging of the edge. എഡ്ജ് ഡിഗ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. പിന്നെയോ എന്തിനാ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഫേസ് എന്ന് പറയുന്നവനെ, യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് വൈൽ, സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. യൂസ്ഡ് ഫോർ സ്ട്രൈക്കിംഗ് വൈൽ എപ്പോഴൊക്കെ, വൈൽ ചിപ്പിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് കേട്ടോ. ചിപ്പിംഗ്, ബെൻഡിങ്, പഞ്ചിങ്, ഹോളോയിങ്, ബെൻഡിങ്, ചിപ്പിംഗ്, ബെൻഡിങ്, പഞ്ചിങ്, ഹോളോയിങ്. അപ്പൊ ഈ സമയത്തൊക്കെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്, ഈ ഫേസിന് ഉപയോഗിക്കുന്നത്. ഫേസ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഫേസ് എന്ന് പറയുന്ന ഈ പോർഷൻ ഹാർഡൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വിച്ച് എം ദ ഫോളോയിങ് ഈസ് സോഫ്റ്റ് ഇൻ എ ഹാമർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫേസ് സോഫ്റ്റ് ആണോ? അല്ല, ഫേസ് ഹാർഡൻഡ് ആണ്. ഓക്കെ, ഹാർഡൻ ചെയ്യാത്ത ഫേസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഫേസ് അല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അടുത്ത നമ്മൾ പഠിക്കുന്ന നേരത്തെ നമുക്ക് മനസ്സിലാവും ഏത് മാത്രമാണ് ഹാർഡൻ ചെയ്യാത്തത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഫേസ് ഹാർഡൻഡ് ആണ്. ഓക്കെ, അടുത്തത് പീനാണ്. ഓക്കെ, ഈ ഭാഗം മുകളിൽ കാണുന്ന ആ മുട്ട പോലുള്ള ഭാഗമാണ് പീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, പീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ താഴെയുള്ള ഇതിനെന്താ പറയാ, ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? താഴെയുള്ള ആ ഭാഗത്തിന് ഫേസ് എന്ന് പറയും. ഇപ്പൊ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം മുകളിൽ വരും. നമ്മൾ നേരത്തെ തിരിച്ചു വെച്ചു എന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇതിന്റെ പീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനെ ഒരു പീൻ മാത്രമേ ഉള്ളത്. ഈ പീനിനെ നമ്മൾ പറയുന്നത് ബോൾ പീൻ എന്നാണ് പറയുന്നത്. ഈ പീൻ എന്താ നമ്മൾ പറയാം, ബോൾ പീൻ എന്ന് പറയും. ബോൾ പോലെ ഇരിക്കുന്നു അല്ലേ? അപ്പൊ ഇതിനെ പറയുന്നത് ബോൾ പീൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ മാത്രമല്ല പീൻ ഉണ്ടാവാതെ ഇങ്ങനെ ഉണ്ടാവും. ഇതേ താഴെ കാണുന്നത് ഇതാണ് ഇതിന്റെ പീൻ. ഓക്കെ, ഇതാണ് പീൻ എന്ന് പറയുന്നത്. ഇതിനെ ക്രോസ് പീൻ എന്ന് പറയും. എന്നിട്ട് ഇതിന് ക്രോസ് പീൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ ഹാൻഡിൽ വരിക അല്ലെ? ഇവിടെയാണ് ഇതിന്റെ ഹാൻഡിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ഹാൻഡിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ് ഇവന്റെ ഈ പറയുന്ന മോനെ ഇരിക്കുന്നത്. ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ്. ഹാൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്, ഇവന്റെ ഈ മോനെ ഇരിക്കുന്നത് ഹാൻഡിലിന് ക്രോസ് ആയിട്ടാണ്. അതുകൊണ്ട് ഇവന് പറയുന്നത് എന്താണ്, ക്രോസ് പീൻ എന്ന് പറയും. ഇനി ഒന്നുകൂടി ഉണ്ട്, ഇതാണ് ഇവൻ എന്താണ്, സ്ട്രെയിറ്റ് പീൻ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഹാൻഡിൽ അല്ലെ? ഇവിടെയാണ് ഹാൻഡിൽ വരിക എന്ന് പറഞ്ഞു. ഹോളിന്റെ അപ്പുറത്താണ് ഹാൻഡിൽ വരിക. ഇതാണ് ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ,
ആ ഹാൻഡിലിന്റെ അതേ ആക്സിസിലാണ് ഇതിരിക്കുന്നത്, ഇവന്റെ ഈ പറയുന്ന മൊന ഭാഗം ഇരിക്കുന്നത് എന്താണ്, ഹാൻഡിലിന്റെ അതേ ഹാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ, ഹാൻഡിലിന്റെ ആക്സിസ് ഇതാണ് അല്ലെ, ഹാൻഡിലിന്റെ ആക്സിസ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവൻ എന്താണ് ആ ആക്സിസിന് സ്ട്രെയിറ്റ് അതേ അലൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇവൻ എന്ത് പറഞ്ഞു, സ്ട്രെയിറ്റ് പീൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീൻ ആണ് ഇൻ ജനറൽ നമുക്കുള്ളത്. 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീൻ ആണ്. എന്താണത്, ബോൾ പീന്, ക്രോസ് പീന്, പിന്നെ എന്താണ് സ്ട്രെയിറ്റ് പീൻ. ക്ലിയർ അല്ലേ? അപ്പൊ ബോൾ പീൻ ഉണ്ട്, പിന്നെ എന്തുണ്ട് ക്രോസ് പീൻ ഉണ്ട്, പിന്നെ സ്ട്രെയിറ്റ് പീനും നമുക്കുണ്ട്. ഓക്കെ അല്ലേ, സ്ട്രെയിറ്റ് പീനും നമുക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ 3 ടൈപ്പുള്ള പീനുകളാണ് ഇൻ ജനറൽ നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ പീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, ദ ഹെഡ് ഓപ്പോസിറ്റ് ടു ദി ഫേസ്. ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്താണ് ഹെഡിലെ പോയിന്റ്, ഹെഡ് ഓപ്പോസിറ്റ് എന്നല്ല, ഹെഡിലെ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, പീൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദി അതർ എൻഡ് ഓഫ് ദി ഹെഡ് ഓപ്പോസിറ്റ് ടു ദി ഫേസ്. ദി അതർ എൻഡ് ഓഫ് ദി അതർ എൻഡ് ഓഫ് ദി ഫേസ് ഓപ്പോസിറ്റ് ടു ഏതിന് ഓപ്പോസിറ്റ് ആണ്, ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഫേസ് അല്ല ഹെഡ് ആണ് കേട്ടോ, ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹെഡിന്റെ മറ്റേ ഭാഗം, ഫേസ് നല്ല എവിടെ വേണ്ടത്, ഹെഡ് എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പോ ഹെഡിന്റെ ഏതിന്, ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതർ എൻഡിനെയാണ് എന്ത് പറയുന്നത്, പീൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് ഷേപ്പിങ്ങിനും ഫോമിങ്ങിനും വേണ്ടിയിട്ടാണ്. യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്, ഷേപ്പിംഗ്. ഓക്കെ, റിവറ്റിന്റെ ഹെഡൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫോമിങ്. ഓക്കെ, വർക്ക്. ഓക്കെ, ഷേപ്പിംഗ്, ഫോമിങ്, വർക്ക്, ലൈക്ക് ഓപ്പറേഷൻസ്, ഷേപ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫോമിംഗ് ഓപ്പറേഷനെ കുറിച്ചിട്ടാണ്. ഏതാണ്, റിവറ്റിംഗ്, പിന്നെയോ ഫോമിംഗ്, പിന്നെയോ ബെൻഡിങ്, പിന്നെയോ ഹോളോയിങ്. നേരത്തെ പറഞ്ഞ കുറെ കാര്യത്തിന്റെ കൂടെ ഒരു റിവറ്റിംഗ് കൂടെ ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ റിവറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീൻ ഏതാണെന്ന് പറഞ്ഞു നമ്മള്, ബോൾ പീൻ, ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ. ഓക്കെ, ഇതും എന്താണ്, ഹാർഡൻഡ് ആണ്. അപ്പോൾ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സോഫ്റ്റർ പോർഷൻ ഓഫ് എ ഹെഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദി സോഫ്റ്റ് പോർഷൻ ഓഫ് ഹെഡ് ഓഫ് എ ഹാമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതുമല്ല, ഈ പറഞ്ഞ പീനും അല്ല. കാരണം ഇതും ഹാർഡൻഡ് ആണ്. ഓക്കെ, ഹാർഡൻഡ്. അപ്പൊ ഇതും അല്ല എന്റെ ഉത്തരം, ഇതും എന്താണ്, ഹാർഡൻഡ് ആണ്. ഓക്കെ അല്ലേ? അടുത്തവൻ ചീക്ക്. ഓക്കെ, ഈ മിഡിൽ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മിഡിൽ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചീക്ക് എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചീക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ നടുക്കുള്ള പോർഷന്, ഏറ്റവും മുകളിലും താഴെയായിട്ട് വരുന്ന 2 പോർഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അടുത്തത് ചീക്ക്, മിഡിൽ പോർഷൻ. ചീക്ക് എന്താണ്, മിഡിൽ പോർഷൻ ആണ് ചീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മിഡിൽ പോർഷൻ ആണ് ചീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സോഫ്റ്റ് പാർട്ട് അല്ലേ? ഇതാണ് എന്ത്, സോഫ്റ്റ് പാർട്ട് ഓഫ് ദി ഹാമർ ഹെഡ്. ഹാമർ ഹെഡിലെ സോഫ്റ്റ് പാർട്ട് ഇവനാണ്. ക്ലിയർ അല്ലേ? ആര്, ചീക്ക് അല്ലെ, കവിള്, ചീക്ക് അല്ലെ, എന്ത് സോഫ്റ്റ് ആണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ ചീക്ക് എന്താണ്, സോഫ്റ്റ് പാർട്ട് ആണ്. ഓക്കെ, ഇവിടെയാണ് ഹാമറിന്റെ എന്ത് ചെയ്യുന്നത്, വെയിറ്റ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹാമറിന്റെ വെയിറ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത്, നമ്മുടെ ചീക്കിലാണ് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത്. അപ്പൊ വെയിറ്റ് ഓഫ് ദി ഹാമർ ഈസ് സ്റ്റാമ്പ്ഡ് ഹിയർ. വെയിറ്റ് ഓഫ് ദി hammer is stamped here. ഇവിടെയാണ് വെയിറ്റ് സ്റ്റാമ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്, ഐ ഹോൾ ആണ്. ഏതാണ് ഐ ഹോള്? ഇവനാണ് ഐ ഹോൾ. ഓക്കെ, ഇവനാണ് ഐ ഹോൾ അല്ലെ, ഇവനാണ് എന്ത്, എന്റെ ഐ ഹോള് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ അതാണ് ഐ ഹോള്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഐ ഹോള്? ഹാൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട്, ഫോർ ഫിക്സിങ് ദി ഹാൻഡിൽ, ഹാൻഡില് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോർ ഫിക്സിങ് ദി ഹാൻഡിൽ. ഓക്കെ,
പിന്നെയോ ഇറ്റ് ഈസ് ഷേപ്ഡ് ടു ഫിക്സ് ദി ഹാൻഡിൽ റിജിഡ്ലി. എങ്ങനെ ഫിക്സ് ചെയ്യണം? റിജിഡ്ലി ഫിക്സ് ചെയ്യണം. ഏത് ഉപയോഗിച്ചിട്ട്? വെഡ്ജ് ഉപയോഗിച്ചിട്ട്. എ വെഡ്ജ് ഈസ് യൂസ്ഡ് ടു സെക്യൂർ ദ ഹാൻഡിൽ ടൈറ്റ്ലി ഇൻ ദി ഐ ഹോൾ. എ വെഡ്ജ്. അപ്പൊ വെഡ്ജ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടൈറ്റ് ആയിട്ട് ഐ ഹോളിൽ ഹാൻഡിൽ പിടിപ്പിക്കാൻ വേണ്ടി. വെഡ്ജ് ഈസ് യൂസ്ഡ്, എ വെഡ്ജ് ഈസ് യൂസ്ഡ് ടു സെക്യൂർ എന്താണ്? ദി ഹാൻഡിൽ tightly in the eye hole. ഐ ഹോളില് ടൈറ്റ് ആയിട്ട് ആരെ വെക്കാൻ വേണ്ടിയിട്ട്? ഹാൻഡിലിനെ വെക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതാണ്. തെറിച്ച് പോകാൻ പാടില്ല അല്ലെ? വർക്ക് ചെയ്യുന്ന നേരത്തെ ഹാൻഡിൽ ഒരു തെറിച്ച് പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് ഉപയോഗിക്കുന്നത്? വെഡ്ജിനെയാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? വെഡ്ജിനെ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹാമറിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്ന് പഠിക്കാം. ഓക്കെ, ഒരു ഹാമറിനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ വെയിറ്റിനും പിന്നെ അതിന്റെ പീനിന്റെ ഷേപ്പിനും അനുസരിച്ചിട്ടാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു എന്താണ്? വെയിറ്റ് ആൻഡ് ഷേപ്പ് ഓഫ് ദി പീ. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ പറയാം? ഒരു ഹാമറിനെ എന്താണ്? ക്രോസ് പീൻ ഹാമർ 150 gram ക്രോസ് പീൻ ഹാമർ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? 250 gram ബോൾ പീൻ ഹാമർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പി എസ് സിയുടെ ഉത്തരത്തിൽ സാധാരണഗതിയിൽ വെയിറ്റ് മാത്രമേ കാണാറുള്ളൂ, ഓപ്ഷൻ ഇത് ഉണ്ടാവാറില്ല. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിലും ബോത്ത് ഓഫ് ദി എബോവ് ഇല്ലെങ്കിൽ വെയിറ്റിന് പോവാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? രണ്ടും ഓപ്ഷനിലുണ്ട്. അങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്ന ചാൻസ് കൂടുതലാണ്. എങ്കിലും ആ മാർക്ക് കളയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തിനു പോവുക? വെയിറ്റിന് പോവുക. കാരണം മിക്കവാറും സ്ഥലങ്ങളിൽ വെയിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബിടെക് ബുക്കിൽ പീന്റെ കാര്യം ചില ബുക്കിലൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, വെയിറ്റിന്റെ കാര്യം മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ടും തന്നിട്ടുണ്ടെങ്കിലും ഓപ്ഷനിലുണ്ടെങ്കിലും ബോത്ത് ഓഫ് ദി എബോവ് എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്നൊന്നും ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഏതിന് പോവാ? വെയിറ്റിന് പോവാം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വെയിറ്റ് വേരി ചെയ്യുന്നത് 125 gram മുതൽ 1500 gram വരെയാണ്. ഓക്കെ, വെയിറ്റ് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു എഞ്ചിനീയറിംഗ് ഹാമറിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? 125 gram ആണ്. ഗ്രാം മുതൽ 1500 gram വരെയാണ് സാധാരണഗതിയിൽ എന്തുണ്ടാവുന്നത്? എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് ഹാമറിന്റെ വെയിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ സ്പെസിഫൈ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്പെസിഫൈ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, നോർമൽ മാർക്കിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ഹാമറിന്റെ വെയിറ്റ് എന്താണെന്ന് ചോദിക്കും. ഓക്കെ, അപ്പം നോർമൽ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഈ വട്ടം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ വട്ടത്തെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എന്താണ്? നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. ആര്? ഹാമർ നോർമലി യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. എന്താണ് അവന്റെ വെയിറ്റ് എന്നാണ് ചോദിക്കുക. എത്രയാണ്? 250 gram ആണ് അവന്റെ വെയിറ്റ് എന്ന് പറഞ്ഞത്. ഇതാണ് സാധാരണഗതിയിൽ ചോദ്യം ഉണ്ടാവുക. ഇനി ട്വിസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ ഏത് പീനാണെന്ന് ചോദിക്കാം. പീൻ എന്താണ്? ബോൾ പീൻ ആണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹാമർ മിക്കവാറും എന്തായിരിക്കും? ബോൾ പീൻ ഹാമർ ആയിരിക്കും. അത് മാർക്കിംഗ് പർപ്പസിന്, ഇതാണ് കേട്ടോ പർപ്പസ്. എന്താണ്? മാർക്കിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ 250 gram ആണ്. ഓക്കെ, നിങ്ങളോട് ചോദിക്കുന്ന ഓപ്ഷനിൽ എന്തുണ്ട്? 250 gram ബോൾ പീൻ, 250 gram ക്രോസ് പീൻ, 150 gram ബോൾ പീൻ, 150 gram ക്രോസ് പീൻ എന്നാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്തിലേക്ക് പോവാ? 250 gram ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം അവിടെ കാര്യമില്ല. എന്ത് പോകണം? 250 gram ആൻഡ് ബോൾ പീനിലേക്ക് നിങ്ങൾ പോകണം. ഓക്കെ അല്ലേ? അപ്പം മാർക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് 250 gram ആണ്. അതെല്ലാവർക്കും അറിയാം. ഏത് പീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോൾ പീൻ എന്ന് നിങ്ങൾ പറയണം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി അപ്ലിക്കേഷൻ ഓഫ് ഡിഫറെന്റ് പീൻസ്. ഓക്കെ, ഹാമർ പീൻസിന്റെ അപ്ലിക്കേഷൻ ഏതാന്ന് നോക്കാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത് വരുന്നവൻ എന്താണ്? അവൻ ബോൾ പീൻ ആണ് ഒന്നാമത് വരുന്നവൻ. ഓക്കെ, ബോൾ പീൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയണം. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നവന്റെ ഇതാണ് കേട്ടോ. റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബോൾ പീൻ ഹാമർ ആണ് റിവറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ബോൾ പീൻ ഏതിനാണ് വേണ്ടി ഉപയോഗിക്കുന്നത്? റിവറ്റിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, റിവറ്റിന്റെ മറ്റേ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ആ ബോൾ പീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. ഈ ബോൾ പീൻ ആണ് ഏതിന് ഉപയോഗിക്കുന്നത്? റിവറ്റിന്റെ മറ്റേ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടി. ഇതിൽ നിന്ന് മറ്റേ ഹെഡ് ഫോം ചെയ്യാൻ വേണ്ടി. ഇതാണ് ആ പീനിന്റെ ഷേപ്പ്. ഓക്കെ, ബോൾ പീൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് പറയാനുള്ളത്
ക്രോസ് പീനിനെ കുറിച്ചിട്ടാണ്. അത് എന്താണ് ക്രോസ് പീൻ? ക്രോസ് പീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്പ്രെഡിങ് ഓഫ് മെറ്റൽ. ഓക്കെ, സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രെഡിങ് ഓഫ് മെറ്റൽ, സ്പ്രെഡിങ്. ഓക്കെ, ഇപ്പൊ സ്പ്രെഡിങ് ഓഫ് മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ, ഇതാണ് സംഭവം, സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ കാണാൻ വേണ്ടി പറ്റും എന്താണ് സ്പ്രെഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഈ പറയുന്ന ഏതാണ് ഇത് ക്രോസ് പീൻ ആണ്. ഇതാണ് ആക്സിസ്, ഇതിന്റെ ഷാഫ്റ്റിന്റെ ആക്സിസ് എന്ന് പറഞ്ഞ ഇതാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പറയുന്ന പീനിന്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആരെ? ക്രോസ് പീനിനെ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് ആരാണ്? അപ്പോ സ്ട്രെയിറ്റ് പീൻ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ്? സ്ട്രെയിറ്റ് പീൻ ആണ്. സ്ട്രെയിറ്റ് പീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർണറുകളിൽ ഉപയോഗിക്കുന്നത്. യൂസ്ഡ് അറ്റ് കോർണേഴ്സ്, അപ്പോ കോർണറുകളിൽ എന്തിനു വേണ്ടിയിട്ട്? കോർണറുകളിൽ ഉപയോഗിക്കുന്നവനാണ്. ഈ പറയുന്ന കോർണറുകളിലൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് എങ്കിൽ, ചിസിലിനൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കോർണറിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ത് ചെയ്യുക, എനിക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റ് പീനിനെ ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ കോർണറുകളിൽ ആരെയാണ് ഉപയോഗിക്കുന്നത്? സ്ട്രെയിറ്റ് പീനിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? ഈ മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോൾ പീൻ റിവെറ്റിംഗ്, ക്രോസ് പീൻ സ്പ്രെഡിങ്, സ്ട്രെയിറ്റ് പീൻ കോർണറിങ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഏത്? ബോൾ പീൻ റിവെറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 2015 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് രണ്ടും ഇനി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്രോസ് പീൻ ഏതാണ്? സ്പ്രെഡിങ് ആണ്. സ്ട്രെയിറ്റ് പീൻ ഏതാണ്? കോർണേഴ്സിലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു ഹാമേഴ്സ് ഇൻ ജനറൽ ഹാമേഴ്സിനാണ്. എന്താണ് ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് മെറ്റലിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ഹാമേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഹാമേഴ്സ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ട്രേഡ്, അതാണ് എന്ത്? ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഇത് വളരെ സിമ്പിൾ അല്ലേ എന്ന് വിചാരിക്കും അല്ലെ. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹാമേഴ്സ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ട്രേഡ്, എന്നിട്ട് ഷീറ്റ് മെറ്റൽ ഹാമർ, ബോൾ പീൻ ഹാമർ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ എക്സാം എഴുതുമ്പോൾ എന്തോരും എന്തായാലും ഷീറ്റ് മെറ്റൽ ഹാമർ ആയിരിക്കില്ല എന്നൊരു ചിന്ത നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഒരുപാട് PSCകൾ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് ഉറപ്പായിട്ടും ആ ചിന്തയുണ്ടാവും. അപ്പോൾ ഇത്ര സിമ്പിൾ അല്ലേ എന്ന് വെച്ചിട്ട് ഒഴിവാക്കരുത്. അപ്പൊ എന്താണത്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹാമേഴ്സ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ ട്രേഡ്, ഷീറ്റ് മെറ്റൽ ട്രേഡ്. അപ്പൊ ഷീറ്റ് മെറ്റൽ ട്രേഡിന് ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള ഹാമേഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഷീറ്റ് മെറ്റൽ ഹാമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഇതിന് ടൈപ്പ് ഏതാണെന്ന് ചോദിക്കും. ഓരോ ടൈപ്പും എക്സാമിന് ചോദിക്കുന്നുണ്ട്. എന്താണ്? സെറ്റിംഗ് ഹാമർ, ഓക്കെ, പിന്നെയോ റിവെറ്റിംഗ് ഹാമർ, പിന്നെയോ ക്രീസിംഗ് ഹാമർ, സ്ട്രെച്ചിങ് ഹാമർ, ഹോളോയിങ് ഹാമർ, ബുള്ളറ്റ് ഹാമർ, പ്ലാനിഷിംഗ് ഹാമർ, പീനിങ് ഹാമർ. ഇത്രയും ഹാമറിനെ കുറിച്ചിട്ടാണ് എനിക്ക് പഠിക്കാനുള്ളത്. ഇതിനെ കുറിച്ചിട്ടാണ് സ്ട്രെച്ചിങ് ഹാമർ, റിവെറ്റിംഗ് ഹാമർ, ക്രീസിംഗ് ഹാമർ, പിന്നെയോ സ്ട്രെച്ചിങ് ഹാമർ, പിന്നെയോ ഹോളോയിങ് ഹാമർ, പിന്നെയോ ബുള്ളറ്റ് ഹാമർ, പിന്നെ പ്ലാനിഷിംഗ് ഹാമർ, പിന്നെയോ പീനിങ് ഹാമർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ഹാമേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് സെറ്റിംഗ് ഹാമർ എന്താന്ന് നോക്കാം. ഓക്കെ, സെറ്റിംഗ് ഹാമർ കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുക. അതായത് ഇതിനൊരു ഫേസും ഒരു പീനും ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഇതിനൊരു ഫേസും ഒരു പീനും ഉണ്ട്. ഈ പറയുന്ന ഫേസ് ഒന്നിക്കൽ റൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നതിന് പോലെ ഒരു സ്ക്വയർ ആയിരിക്കാം. എന്തായാലും സ്ലൈറ്റ്ലി എന്താണ്? കോൺവെക്സ് ആയിരിക്കും ഈ സാധനം. ഓക്കെ, എന്തായാലും സ്ലൈറ്റ്ലി കോൺവെക്സ് ആയിരിക്കും സാധനം. ഓക്കെ, അപ്പോൾ റൗണ്ട് ആയിരിക്കാം, എന്തായിരിക്കാം? പിന്നെ ഈ തന്നിരിക്കുന്ന പടത്തിലുള്ളത് പോലെ സ്ക്വയർ ആയിരിക്കാം. ഇനി അതിന്റെ പീൻ ഒന്ന് നോക്കിയേ, 2 എഡ്ജുകൾ ഉണ്ട് അല്ലെ. ഒരു എഡ്ജ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഒരു എഡ്ജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലായി. ഒരു എഡ്ജ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്
അല്ലെ വെർട്ടിക്കലി സ്ട്രെയിറ്റ് ആണ്. ആരെ ഹാമറിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെർട്ടിക്കലി സ്ട്രെയിറ്റ് ആണ് ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു എഡ്ജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് ആരുടെ പീന്റെ. മറ്റേ സൈഡോ ടാപ്പേർഡ് ആണ്. ഓക്കെ, എവിടുന്ന് ഐ ഹോളിൽ നിന്ന് താഴത്തേക്ക് ടാപ്പേർഡ് ആണ് മറ്റേ സൈഡ് എന്ന് പറയുന്നത്. അതാണ് ഈ പീനിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി പീൻ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ആദ്യം ഈ രണ്ടെണ്ണം എഴുതിയിട്ട് പീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എഴുതാം. എന്താണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ? ഫേസ് റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിരിക്കും. ഫേസ് എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും ഓർ സ്ക്വയർ ആയിരിക്കും. ഫേസ് റൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. ഓക്കെ, പീനോ? പീനിന് രണ്ട് ഫേസുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് സൈഡുകളുണ്ട് അല്ലെ. പീനിന്റെ രണ്ട് സൈഡുകൾ, ഫേസ് അല്ല, പീനിന്റെ രണ്ട് സൈഡുകളുണ്ട്. എന്താണത്? വൺ സൈഡ് എന്താണ്? ടേപ്പേർഡ് ആണ്. ഓക്കെ, ടേപ്പേർഡ് ഫ്രം ഐ ഹോൾ. എവിടെ നിന്നാണ് ചോദിക്കും കേട്ടോ? ഫ്രം ഐ ഹോൾ. ഐ ഹോളിൽ നിന്നാണ് ടാപ്പേർഡ് ആയിരിക്കുന്നത് കേട്ടോ, ഫ്രം ഐ ഹോൾ. ഓക്കെ, രണ്ടാമത്തതോ? അതർ സൈഡ്. രണ്ടാമതും സ്ട്രെയിറ്റ് ആണ്, ഫ്രം ഹാൻഡിൽ. ഹാൻഡിലിന്റെ ആ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആണ് ഹാൻഡിൽ. ഓക്കെ അല്ലെ, ഹാൻഡിലിന്റെ ആ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആണ്. നിങ്ങൾക്ക് പടത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഹാൻഡിലിന്റെ ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനിയോ ടിപ്പ് ഓഫ് ദി പീൻ ഈസ് റെക്ടാംഗുലർ ഇൻ ഷേപ്പ്. നോക്കുക, എന്നിട്ട് അത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് നോക്കുക. ഈ സംഭവം, ഈ ടിപ്പ് എന്ന് പറയുന്നവൻ റെക്ടാംഗുലർ ഷേപ്പിലാണുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടിപ്പ് എന്ന് പറയുന്നത് ഏത് ഷേപ്പിലുള്ളത്? ചെരിഞ്ഞിരിക്കുന്നുണ്ട് എങ്കിലും അവന്റെ ഷേപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ഓക്കെ, അവൻ മുകളിലേക്ക് ചെരിഞ്ഞിരിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, അവന്റെ ഷേപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ക്ലിയർ അല്ലേ? മുകളിലേക്ക് ചെരിഞ്ഞിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സൈഡിലേക്ക് ഒന്ന് ഉയർന്നിരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവന്റെ ഷേപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ക്ലിയർ അല്ലേ അത്? അപ്പൊ പറഞ്ഞിരിക്കുന്നതാണ് ടിപ്പ് ഓഫ് ദി പീൻ. എന്താ ഷേപ്പ്? റെക്ടാംഗുലർ ഷേപ്പ്. ഓക്കെ, റെക്ടാംഗുലർ ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ് അല്ലെങ്കിൽ ബിവൽഡ്. സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ് അതാണ് ഇവിടെ കാണിക്കുന്നത്. സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ് എന്നുള്ളതാണ് ഇവിടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ് അല്ലെങ്കിൽ ബിവൽഡ്. ഓക്കെ, സ്ലൈറ്റ്ലി കോൺവെക്സ്ഡ് ആണ് ഏതവന്റെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടിപ്പ് എന്താണ്? റെക്ടാംഗുലർ ഷേപ്പ് ആണ്. ഓക്കെ, റെക്ടാംഗുലർ ഷേപ്പ് തന്നെ റെക്ടാംഗുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ എന്താണ് അവൻ? സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ബിവൽഡ് എന്ന് വേണമെങ്കിൽ പറയാം. ടെക്സ്റ്റ് ബുക്കിൽ സ്ലൈറ്റ്ലി കോൺവെക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി പീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സീമുകൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെയോ ഫ്ലാരിങ്. ഫ്ലാരിങ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് കേട്ടോ. ദി എഡ്ജ് ഓഫ് സിലിണ്ടറിക്കൽ ജോബ്സ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സീം ഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഇവിടെ ഒരു സീം ഫോം ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്നത് സീം ഫോമിംഗ് ആണ്. ഓക്കെ, പിന്നെയോ ഫ്ലാരിങ് ദി എഡ്ജ് അല്ലെങ്കിൽ സ്പ്രെഡിങ് ദി എഡ്ജ് ഓഫ് സിലിണ്ടറിക്കൽ ജോബ്. പിന്നെ സെറ്റപ്പ് ലോങ് ചാനൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? പീൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പോൾ പീൻ ഈസ് യൂസ്ഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീൻ ഈസ് യൂസ്ഡ് ഫോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീൻ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീൻ ഈസ് യൂസ്ഡ് ടു എന്താണ്? സെറ്റപ്പ് സീംസ്. സെറ്റ് അപ്പ് സീം. ഓക്കെ, സീംസ്. പിന്നെയോ ഫ്ലാരിങ്, അതായത് സ്പ്രെഡിങ്. ഫ്ലാരിങ്ങിന്റെ അർത്ഥം എന്താണ്? സ്പ്രെഡിങ് എന്നാണ്. ഓക്കെ, ദി edges of cylindrical jobs. പിന്നെ set up long channels. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇവർ എന്ത് പറയുന്നത് സെറ്റിംഗ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സെറ്റിംഗ് അപ്പ് സീംസ്, ഫ്ലാരിങ്, എഡ്ജസ് ഓഫ് സിലിണ്ടറിക്കൽ ജോബ്സ്, സെറ്റിംഗ് അപ്പ് ലോങ് ചാനൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാധനം. ഈ മൂന്ന് കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഫേസ് ഓഫ് പീന്റെ കാര്യം എന്ന് പറഞ്ഞു. ഫേസ് എന്താണ്? ജനറൽ പർപ്പസ് ആണ്. ഫേസ് എന്താണ്? ജനറൽ പർപ്പസ്. സാധാരണ ഹാമർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതുപോലെ. അപ്പൊ എന്താണ്? ഫേസ് ജനറൽ പർപ്പസ് ആണ്. യൂസ്ഡ് ഫോർ ജനറൽ പർപ്പസ് വർക്ക്സ്. ജനറൽ പർപ്പസ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഫേസ് ജനറൽ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്തത് റിവറ്റിംഗ് ഹാമർ. ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഈ പേരുകൾ, ഈ റിവറ്റിംഗ് ഹാമറിന് വേറെ ഒരു പേരും ഇല്ല. എന്താണ്? റിവറ്റിംഗ് ഹാമർ എന്ന് തന്നെയാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ റിവറ്റിംഗ് ഓപ്പറേഷൻ? ബോൾ പീൻ ഹാമർ. ഓക്കെ,
ക്രീസിങ് ഹാമർ, ഹോളോയിങ് ഹാമർ, ബുള്ളറ്റ് ഹാമർ, പ്ലാനിഷിങ് ഹാമർ എന്നൊക്കെ വന്നു. നമുക്ക് ഇതെന്താണെന്ന് അറിയില്ല. ഓക്കെ, അതിൽ റിവറ്റിംഗ് ഹാമറും ഇല്ല. അപ്പം നമ്മൾ ഈ റിവറ്റിംഗ് എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പേരാണോ ഈ പറയുന്ന ക്രീസിങ് അല്ലെങ്കിൽ പ്ലാനിഷിംഗ് എന്നൊക്കെ സംശയം വരും. ഓക്കെ, അപ്പോൾ റിവറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഹാമേഴ്സ് ആണ്. ഒന്ന് റിവറ്റിംഗ് ഹാമർ, മറ്റേതോ ബോൾ പീൻ ഹാമർ. അപ്പോൾ റിവറ്റിംഗ് ഹാമർ ഇല്ലെങ്കിൽ ബോൾ പീൻ ഹാമറിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പേര് മറക്കരുത്, ഇതിന് വേറെ പേരില്ല, റിവറ്റിംഗ് ഹാമറാണ്. കാരണം കഴിഞ്ഞ വട്ടം ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. മിക്കവാറും ആൾക്കാർ തെറ്റിക്കാൻ കാരണം ഇത് തന്നെയാണ്. ഈ റിവറ്റിംഗ് ഹാമറിന്റെ വേറെ പേരാണോ മറ്റേത്? കാരണം മറ്റേതിനെ കുറിച്ചുള്ള ഐഡിയ ഇല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം പഠിക്കാം. ഓക്കെ, ഫേസ് എന്താണ്? ഈ കാണിച്ചിരിക്കുന്നവനാണ് എന്ത്, നമ്മുടെ റിവറ്റിംഗ് ഹാമർ എന്ന് പറയുന്നവൻ. ഓക്കെ, ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നവനാണ് റിവറ്റിംഗ് ഹാമർ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുമായിട്ട് ബന്ധമുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന സെറ്റിംഗ് ഹാമറിന്റെ അതേപോലെ ഇരിക്കുന്നുണ്ട് അല്ലെ? സെറ്റിംഗ് ഹാമറിന്റെ അതേപോലെ ഇരിക്കുന്നുണ്ട് എങ്കിലും ഓർക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് റൗണ്ട് ഷേപ്പിലായിരിക്കും. ഇതിന്റെ ഫേസ് എന്ന് പറയുന്നവൻ റൗണ്ട് ഷേപ്പിലായിരിക്കും. നേരത്തെ റൗണ്ട് അല്ലെങ്കിൽ ഏതാവെന്ന് പറഞ്ഞു, സ്ക്വയർ ആവാന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? റൗണ്ട് ഷേപ്പാണ്. പിന്നെ ഈ പീൻ എന്ന് പറയുന്ന മറ്റേനേക്കാൾ നീളം കൂടുതലായിരിക്കും, ലോങ് ആയിരിക്കും അല്ലെ? നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഒരു സൈഡിൽ സ്ട്രെയിറ്റും ഒരു സൈഡിൽ ടേപ്പേർഡും ആയിരുന്നു. പക്ഷെ ഇതെന്താണ്? ഒരു സൈഡിൽ സ്ട്രെയിറ്റും ടേപ്പേർഡും തന്നെ, പക്ഷെ എന്താണത്? ലോങ് ആണ്. ഓക്കെ, പീൻ എന്താണ്? ലോങ് ആൻഡ് ടേപ്പേർഡ് ഇൻ വൺ സൈഡ് ആൻഡ് സ്ട്രെയിറ്റ് വെർട്ടിക്കലി ടു ദ ഹാൻഡിൽ ഇൻ ദി അതർ സൈഡ് ആണ്. ഓക്കെ, ഇനി ഇതേ ഈ ടിപ്പ് കണ്ടോ? നേരത്തെ അവിടെ എന്തായിരുന്നത്? റെക്ടാങ്കുലർ ആയിരുന്നു അല്ലെ? റെക്ടാങ്കുലർ ടിപ്പായിരുന്നു. ഇവിടെ എന്താണ്? പതുക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എന്താ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ വലുതാക്കി കാണാം ഇവിടെ. ഓക്കെ, സ്മൂത്ത് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ ഷാർപ്പ് കോർണേഴ്സ് ഇല്ല, സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവന്റെ വ്യത്യാസം. ക്ലിയർ അല്ലേ? കാണുമ്പോൾ നമുക്ക് മറ്റവനാണെന്ന് തോന്നും, പക്ഷെ എന്താണ്? ഇത് റൗണ്ടേ ഉള്ളൂ. പിന്നെ ഇത് ടേപ്പറും സ്ട്രെയിറ്റും തന്നെയാണ്, പക്ഷെ ഇത് ലോങ് ആയിരിക്കും. പിന്നെന്താ? ഇവിടെ ഷാർപ്പ് വേരിയേഷൻ അല്ല വരുന്നത് അല്ലെ? സ്മൂത്ത് ആയിട്ട് ഇവനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കെർവ് സി പോലെ കെർവ് ആയിട്ട് ഇവനെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതിയേക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഫേസ് റൗണ്ട് ഇൻ ഷേപ്പ് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ്. എല്ലാം സ്ലൈറ്റ്ലി കോൺവെക്സ് ആയിരിക്കും, ഈ പറഞ്ഞ ഡിഗിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഫേസ് എന്താണ്? ഫേസ് റൗണ്ട് ഇൻ ഷേപ്പ്, ആണ് ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ് കേട്ടോ. ഓക്കെ, പീനോ? ലോങ് ടേപ്പേർഡ്. പീൻ എന്താണ്? പീൻ ലോങ് ആണ്. പിന്നെ ആൻഡ് ടാപ്പേർഡ് ആണ്. ലോങ് ആൻഡ് ടാപ്പേർഡ് ആണ്. ഓക്കെ, ലോങ് ആണ്, ടാപ്പേർഡ് ആണ്. ഓക്കെ, ഒരു സൈഡിൽ വൺ സൈഡിൽ അപ്പൊ ലോങ്ങും ടാപ്പേർഡും ആണ് വൺ സൈഡിൽ. അതർ സൈഡ് എന്താണ്? സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് ടു ദ ഹാൻഡിൽ. ഓക്കെ, വെർട്ടിക്കലി. സ്ട്രെയിറ്റ് ടു ദ ഹാൻഡിൽ, വെർട്ടിക്കൽ. ഓക്കെ, ഇനി എന്തിനു വേണ്ടി ഇവനെ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ജമ്പിങ് ദി റിവറ്റ് ഷാങ്ക്, ഫിനിഷിംഗ് ദി റിവറ്റ് ഹെഡ്. യൂസ്ഡ് ഫോർ എന്താണ്? ജമ്പ് ചെയ്യിക്കുക. ഓക്കെ, ജമ്പ് ദി റിവറ്റ് ആദ്യം കാണിച്ചിരിക്കുന്നു. റിവറ്റ് ഷാങ്ക്, ജമ്പ് ദി റിവറ്റ് ഷാങ്ക്. പിന്നെ ഫിനിഷ് ദി റിവറ്റ് ഹെഡ്. റിവറ്റ് ഹെഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഇവന് വേറെ പേരില്ല എന്നുള്ള കാര്യം ഓർക്കുക. റിവറ്റിങ്ങിന് വേണ്ടി പിന്നെ ഉപയോഗിക്കുന്ന ഹാമർ ഏതാണ്? ബോൾ പീൻ ഹാമർ ആണ് എന്നുള്ള കാര്യം കൂടെ ഉപയോഗിക്കുക. ഇവനും ബോൾ പീൻ ഹാമർ മാത്രമേ എന്തിനു ഉപയോഗിക്കുള്ളൂ? റിവറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? അടുത്തത് ക്രീസിംഗ് ഹാമർ. ഇതാണ് ക്രീസിംഗ് ഹാമർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ക്രീസിംഗ് ഹാമർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ രണ്ടറ്റവും നോക്കിക്കുക നിങ്ങൾ, ഷാർപ്പൻഡ് ആണ്. ഓക്കെ, രണ്ടറ്റവും ഏതുപോലെയാണ്? ഷാർപ്പൻഡ് ആണ്. നമ്മൾ ആദ്യം കണ്ട സെറ്റിംഗ് ഹാമർ അതുപോലെ തന്നെ ഇരിക്കും. ആ രണ്ടറ്റവും പക്ഷെ അതുപോലെയാണ്. ഓക്കെ, എങ്ങനെയാണ്? ഷാർപ്പർ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ദി വയർഡ് എഡ്ജുകൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാൾസ് വയറിംഗ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർണേഴ്സ് ഓൺ ദി ഷീറ്റ് ഓക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്,
ഇവനെ ഏതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്രീസിംഗ് സ്റ്റേക്കിന്റെ കൂടെയാണ് ഇവന് ഉപയോഗിക്കുന്നത്. ഏതിന്റെ കൂടെ ഇവന് ഉപയോഗിക്കുക? ക്രീസിംഗ് സ്റ്റേക്കിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഓക്കെ, സ്റ്റേക്സ് നമ്മൾ പഠിക്കും. ക്രീസിംഗ് സ്റ്റേക്കിന്റെ കൂടെയാണ് ഇവനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവന് ഉപയോഗിക്കുന്നത് ഇതിന്റെ കൂടെയാണ്, ക്രീസിംഗ് സ്റ്റേക്കിന്റെ കൂടെയാണ് ഇവനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എഴുതാൻ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ബോത്ത് എൻസ് ആർ എന്താണ്? ഷാർപ്പൻഡ് ആൻഡ് ക്രോസ് ടു ദി ഹാൻഡ് പിക്ചറിനത് മനസ്സിലാവുന്നുണ്ട് അല്ലേ? ടു ദി ഹാൻഡ്, കാരണം ഇവിടെയാണ് ഹാൻഡിൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടെയാണ് ഹാൻഡിൽ ഉണ്ടാവുക. ഇതിന്റെ എന്താണ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഹാൻഡിൽ ഇങ്ങനെയാണ്. അപ്പോൾ ക്രോസ് ടു ദ ഹാൻഡ്. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ ടു ദ ഹാൻഡിലാണ് ഇത്. ഓക്കെ, അതാണ് ക്രോസ് ടു ദ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതോ യൂസ്ഡ്. എവിടെയാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടു സ്ട്രെച്ച് ദ ഷീറ്റ്, ടു സ്പ്രെഡ് ചെയ്യാൻ, സ്ട്രെച്ച് ചെയ്യാൻ. സ്ട്രെച്ച് ദി ഷീറ്റ്. സോറി, അത് സ്ട്രെച്ചിങ് ഹാമർ ആണ് കേട്ടോ. ഓക്കെ, സോറി. യൂസ് ടു ഇതിലാണ് ഫിനിഷിംഗ് ദി വയേർഡ് എഡ്ജ്. Used to finishing the wired edge. Finishing the wired edge. Finishing the false wired edge. Okay, false wired edge. Okay, പിന്നെ make corners on the sheet. Make corners on the sheet. Okay, used along with ആരാണ്? along with creasing stake. creasing സ്റ്റേക്കിന്റെ കൂടെയാണ് നമ്മൾ ആരെ ഉപയോഗിക്കുന്നത്? ക്രീസിംഗ് ഹാമറിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത സ്ട്രെച്ചിങ് ഹാമർ. സ്ട്രെച്ചിങ് ഹാമർ കാണുമ്പോൾ നമുക്ക് ഏതുപോലെ ഇരിക്കുന്നുണ്ട്? നമ്മൾ നേരത്തെ കണ്ടവനെ പോലെ ഇരിക്കുന്നുണ്ട്. ആരെ? ക്രീസിംഗ് ഹാമറിനെ പോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നോക്കിക്കേ, ഇവന്റെ ആ എൻഡ് ഷാർപ്പാണോ നോക്കിക്കേ. ഈ എൻഡ് ഷാർപ്പാണോ? അല്ല. എന്താണ്? അവൻ ബ്ലണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ? എൻഡ് ബ്ലണ്ടഡ് ആണ്. ഓക്കെ, എൻഡ്സ് ആർ ബ്ലണ്ടഡ്. ക്ലിയർ അല്ലേ? ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. മെറ്റൽസ്, തിൻ മെറ്റൽസ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നത്, ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് സ്ട്രെച്ചിങ് ഹാമർ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അത് എഴുതാം. പിന്നെ ഏതുപോലെയാണ്? ലൈക്ക് ക്രീസിംഗ് ഹാമർ ആണ്. ബട്ട് എന്താണ്? പീൻസ് ആർ ബ്ലണ്ടഡ്. പീൻസ് എന്തായിട്ടുണ്ട്? ബ്ലണ്ട് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? പീൻസ് ആർ ബ്ലണ്ടഡ്, സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു സ്ട്രെച്ച് ദ ഷീറ്റ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്. യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ട്? ടു സ്ട്രെച്ച് the sheet to increase its length. പിന്നെയോ? പിന്നെ റേസിംഗ് ഓപ്പറേഷൻ ഉപയോഗിക്കും. യൂസ്ഡ് ഇൻ റേസിംഗ് ഓപ്പറേഷൻ. Used in racing operation. Okay, ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ യൂസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ബോസിംഗ് ഹാമറും സ്ട്രെച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ബോസിംഗ് മാലറ്റ്. ഓക്കെ, ഹാമർ അല്ല. അപ്പൊ ഹാമറിൽ ഏതാണ്? സ്ട്രെച്ചിങ് ഹാമർ ആണ് റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മാലറ്റിൽ ഏതാണ്? ബോസിംഗ് മാലറ്റ് ആണ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതെ, ഹോളോയിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഹോളോയിങ്ങിന് വേറെ തന്നെ ഹാമർ ഉണ്ട് കേട്ടോ. അതാണ് അടുത്ത പഠിക്കുന്നത്. ഹോളോയിങ് ഹാമർ. ഇതാണ് ഹോളോയിങ് ഹാമറിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബോത്ത് എൻഡ്സ് ആർ ഷേപ്ഡ് ലൈക്ക് ബോൾസ് ആൻഡ് വെൽ പോളിഷ്ഡ്. ഓക്കെ, രണ്ട് എൻഡും എങ്ങനെയാണ്? ബോൾ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ? ബോത്ത് എൻഡ്സ് ആർ, ബോത്ത് ആ പടത്ത് കാണാൻ വേണ്ടി പിന്നെ ബോത്ത് എൻഡ്സ് ആർ എന്താണ്? ഷേപ്ഡ് ലൈക്ക് ബോൾ. വെൽ പോളിഷ്ഡ് ആയിരിക്കും അവര്. എന്താണ് അവര്? വെൽ പോളിഷ്ഡ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പേര് പറയുന്ന പോലെ തന്നെ ഹോളോയിങ്ങിന് വേണ്ടിയിട്ട്.
ഓക്കെ. പിന്നെയോ ഹോളോഡ് ആർട്ടിക്കിൾസ് നിന്ന് ഡെന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പാനൽ ബീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇതിന് 3 കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂസ്ഡ് ഫോർ ഹോളോയിങ് ഓപ്പറേഷൻ. ഇൻ മെറ്റൽ ഷീറ്റിൽ ഹോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. കുഴികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹോളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, കുഴികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ടു റിമൂവ് ഡെൻസ് ഫ്രം ദി ഹോളോഡ് ആർട്ടിക്കിൾ. ഡെന്റ്, ഈ കുഴികളിൽ നിന്ന് ഡെന്റ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രം ദി ഹോളോഡ് ആർട്ടിക്കിൾ. അടുത്തതോ ഫോർ പാനൽ ബീറ്റിംഗ് വർക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് വേണ്ടിയിട്ടാണ്? ഹോളോയിങ് ഓപ്പറേഷൻ വേണ്ടിയിട്ട്, ഹോളോ ചെയ്ത ആർട്ടിക്കിളിൽ നിന്ന് ഡെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിലോ പാനൽ ബീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? അതാണ് ഹോളോയിങ് ഹാമർ നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ബുള്ളറ്റ് ഹാമർ. ഈ ബുള്ളറ്റ് ഹാമറും കാണാൻ വേണ്ടി ഹോളോയിങ് ഹാമറിനെ പോലെ ഉണ്ട് അല്ലേ? നോക്കിയാൽ ഫിഗർ നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ബുള്ളറ്റ് ഹാമർ എങ്ങനെ ഇരിക്കുന്നത്? ചെരിഞ്ഞിരിക്കുകയാണ് അല്ലേ? നേരത്തെ നമ്മൾ ഹോളോയിങ് ഹാമർ നേരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേപോലെ രണ്ടറ്റവും എന്താണ് ബോൾസ് തന്നെയായിരുന്നു, പക്ഷെ നേരെയാണ്. ഇവനിങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ്. ഇവനെങ്ങനെയാണ്? ചെരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. രണ്ടറ്റവും ബോൾ പോലെ തന്നെയാണ് ഇവൻ്റെത്. പിന്നെ എന്താണ്? ലോങ്ങറുമാണ് അല്ലെ? ഇതായിരുന്നു എന്റെ ഹോളോയിങ് ഹാമർ. ഇതെന്റെ എന്താണ്? ബുള്ളറ്റ് ഹാമർ ആണ്. ഓക്കെ, ബുള്ളറ്റ് ഹാമർ. അപ്പൊ ഹോളോയിങ് ഹാമറിനെക്കാളും അതേപോലെ ഇരിക്കും കാണാനെങ്കിലും എന്താണ്? ചെരിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ? കേർവ്ഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ എന്തുമായിരിക്കും? ബെൻഡ് ആയിരിക്കും. പിന്നെ എന്തുമായിരിക്കും? ലോങ്ങറും ആയിരിക്കും. ലെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ലോങ്ങറും ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ഇവന് ഉപയോഗിക്കുന്നിടത്ത് തന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യുക? ലോങ് എന്ന് കൂട്ടുക. അപ്പൊ ലോങ് അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഹോളുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ഹോളോയിങ്ങിന് വേണ്ടിയിട്ട്, ഹോളുകൾ ഉണ്ടാക്കാനല്ല, ഹോളോയിങ്ങിന് വേണ്ടിയിട്ട്, കുഴികൾ, ഡെന്റുകൾ ഫോം ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ കുഴികൾ ഫോം ചെയ്യാൻ വേണ്ടി. ഓക്കെ. പിന്നെ ഡെന്റുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി, അത് ഹോളോഡ് പോർഷനിൽ ഡെന്റുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോ ഹോളോഡ് പോർഷൻ എങ്ങനെയായിരിക്കണം? ഡീപ്പ് ആയിരിക്കണം. അപ്പോൾ ഡീപ്പ് ഹോളോഡ് പോർഷനിൽ ഡെന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞതിന്റെ കൂടെ എന്ത് ചെയ്യുക? ഡീപ്പ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇവനായി. ഓക്കെ. അപ്പൊ ഇവൻ എന്താണ്? ലുക്ക് ലൈക്ക് എന്താണ്? ഹോളോയിങ് ഹാമർ. ലുക്സ് ലൈക്ക് ഹോളോയിങ് ഹാമർ. ഹോളോയിങ് ഹാമർ പോലെ തന്നെ കണ്ടാൽ തോന്നും, എങ്കിലും ഇവൻ ഹോളോയിങ് ഹാമർ അല്ല. പക്ഷെ എന്താണ്? ബോഡി ഈസ് ലോങ്ങർ ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, എന്റെ ഹോളോയിങ് ഹാമറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബോഡി എന്താണ്? ലോങ്ങർ ആണ്. പിന്നെ ചെറുതായിട്ടൊരു ബെൻഡും ഉണ്ട്. ഓക്കെ. പീൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പീൻ എന്താണ്? വെൽ പോളിഷ്ഡ് ആയിരിക്കും. ബോൾ ഷേപ്ഡ് ആണ് പീൻ. വെൽ പോളിഷ്ഡ് ആയിരിക്കും. ഓക്കെ. പീൻ എൻഡ്സ് ആർ വെൽ പോളിഷ്ഡ്. ഓക്കെ. പീൻ എൻഡ്സ് എന്തായിരിക്കും? വെൽ പോളിഷ്ഡ് ആയിരിക്കും. സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ ഡീപ്പ് പോർഷൻസിൽ വർക്ക് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പൊ സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ ഡീപ്പ് പോർഷൻസിൽ വർക്ക് ചെയ്യാനാണ് നമുക്ക് ആരും ഉപയോഗിക്കുന്നത്? ബുള്ളറ്റ് ഹാമറിന് ഉപയോഗിക്കുന്നത്. അപ്പൊ യൂസ്ഡ് ടു എന്താണെന്ന് നോക്കാം. യൂസ്ഡ് ടു ഡ്രോ ഡീപ്പ് ഹോളോയിങ് ഓപ്പറേഷൻസിന് വേണ്ടി. ഡ്രോ ഡീപ്പ് ഹോളോയിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട്. പിന്നെയോ റിമൂവ് ഡെന്റ് ഫ്രം ഡീപ്പ് ഹോളോഡ് പോർഷൻ. റിമൂവ് ഡെൻസ് ഫ്രം ഡീപ്പ് ഹോളോഡ് പോർഷൻ. ഓക്കെ. അതിനു വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ബുള്ളറ്റ് ഹാമർ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് പ്ലാനിഷിംഗ് ഹാമർ. ഇതാണ് ഒരു പ്ലാനിഷിംഗ് ഹാമർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു അറ്റം എന്താണ്?
സ്ക്വയർ ആണ്, മറ്റേറ്റവും റൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാം നമുക്ക്. വൺ ഫേസ് ഈസ് സ്ക്വയർ, പ്ലാനിഷിംഗ് ഹാമർ ആണ്. വൺ ഫേസ് ഈസ് സ്ക്വയർ and the other is round in shape. Well polished ആയിരിക്കും ഇവന്മാർ. വെൽ പോളിഷ്ഡ് സർഫസസ് ആണ് ഇവൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവൻ ഹൈ വെയിറ്റ് ആയിരിക്കും കേട്ടോ, നല്ല വെയിറ്റ് ആണ്, ഹെവി വെയിറ്റ് ആണ്, ഹെവി വെയിറ്റ് ആണ് ഇവൻ. ഓക്കെ, ഹെവി വെയിറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ്ഡ് ടു ഗിവ് സ്മൂത്ത് സർഫസ് ഫിനിഷ് ടു ഒബ്ജക്റ്റ്. പിന്നെയോ പ്ലാനിഷ് ദി സർഫസ് ഓഫ് ദി പ്ലെയിൻ ഷീറ്റ്. അപ്പൊ യൂസ്ഡ് ടു ഗിവ് സ്മൂത്ത് ഫിനിഷ്, സ്മൂത്ത് സർഫസ് ഫിനിഷ് to jobs, okay, which are hollowed and raised or raised. hollow ചെയ്തോ or raised, raise ചെയ്തോ. raised ഓപ്പോസിറ്റ് ആണ് hollowed കേട്ടോ, or raised. ഓക്കെ, അടുത്തത് പ്ലാനിഷ് ദി സർഫസ് ഓഫ് ദി പ്ലെയിൻ ഷീറ്റ്. നല്ല എന്താണ് സ്മൂത്ത് സർഫസ് ആക്കുക എന്നുള്ളതാണ് പ്ലാനിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പ്ലാനിഷ് ദി സർഫസ് ഓഫ് ദി പ്ലെയിൻ ഷീറ്റ്, പ്ലെയിൻ ഷീറ്റിന്റെ സർഫസിനെ പ്ലാനിഷ് ചെയ്യാൻ വേണ്ടി. പ്ലാനിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ആക്കുക എന്നൊക്കെയാണ് കേട്ടോ. പിന്നെ അതിന്റെ പീൻ എന്താണ്? സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ്. പീൻ ഈസ് സ്ലൈറ്റ്ലി കോൺവെക്സ്. പീൻ എന്താണ്? സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ് അതിന്റെ പീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് പീനിങ് ഹാമറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് പീനിങ് ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് ഈസ് സ്ലൈറ്റ്ലി റൗണ്ട് ആൻഡ് കോൺവെക്സ്. അപ്പൊ പീൻ എന്താണ്? ഫേസ് എന്താണ്? ഫേസ് റൗണ്ട് ആണ്. താഴെ കാണിച്ചിരിക്കുന്നതാണ് ഫേസ് കേട്ടോ, റൗണ്ട് ആണ്. ആൻഡ് സ്ലൈറ്റ്ലി കോൺവെക്സ് ആണ്. എപ്പോഴും കോൺവെക്സ് ആയിരിക്കും കേട്ടോ, കോൺവെക്സ് ആണ്. ഓക്കെ, ഇതിന്റെ പീനോ അതെ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് പീൻ. അതെങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ സ്ട്രെച്ചിങ് ഹാമറിനെ പോലെയാണ് ഇരിക്കുന്നത് അല്ലെ. സ്ട്രെച്ചിങ് ഹാമറിന്റെ പീൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായി സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, പീൻ. ഓക്കെ, ലൈക്ക് പീൻ ഓഫ് സ്ട്രെച്ചിങ് ഹാമർ, ലൈക്ക് പീൻ ഓഫ് സ്ട്രെച്ചിങ് ഹാമർ അല്ലെങ്കിൽ റിവെറ്റിംഗ് ഹാമറിന്റെ പീൻ എന്നും നമുക്ക് പറയാം. നമുക്ക് രണ്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്തിനാണ് ഇവന് ഉപയോഗിക്കുന്നത്? ഇവനെ പീൻ പോളിഷ്ഡ് ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏതിലൊക്കെ? അലുമിനിയത്തില്, കോപ്പർ, ബ്രാസിലൊക്കെ, പിന്നെ ഹൗസ് ഹോൾഡ് വെസൽസിലൊക്കെ എന്താണ്? പീൻ പോളിഷ്ഡ് ഇംപ്രഷൻസ് ആണ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എഴുതിക്കോളൂ. യൂസ്ഡ് എന്തിനാണ്? ടു പീൻ പോളിഷ്ഡ് ഇംപ്രഷൻ ഓൺ എന്തിന്റെ മുകളില്? സ്പിൻഡ് അലുമിനിയം ജോബ്സ്. സ്പിൻഡ് അലുമിനിയം എന്ന് പറയും, അലുമിനിയം എന്നും പറയും കേട്ടോ. ഹോളോഡ് കോപ്പർ ആൻഡ് ബ്രാസ്, ഹോളോഡ് കോപ്പർ ആൻഡ് ബ്രാസ്, ഹോളോഡ് കോപ്പർ ആൻഡ് ബ്രാസ്. പിന്നെയോ ഹൗസ് ഹോൾഡ് വെസൽസ്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന പീനിങ് ഹാമറിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത്
അലുമിനിയം ജോബ്സിന് എന്തിനു വേണ്ടിയിട്ടാണ്? പീൻ പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പീൻ പോളിഷ്ഡ് ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അലുമിനിയം ജോബ്സിൽ കോപ്പർ അല്ലെങ്കിൽ ബ്രാസ് ഹോളോഡ് പോർഷൻസിൽ, പിന്നെ ഹൗസ് ഹോൾഡ് വെസൽസിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഹാർഡ് സ്റ്റീല് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാമർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ് മെറ്റൽ അതിൻ്റെ ഇടയിൽ വെക്കണം. അതായത് സോഫ്റ്റ് മെറ്റൽ എന്ത് ചെയ്യണം? ഇതാണ് എൻ്റെ ഹാമർ എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഹാമർ. ഞാൻ ഇവന് ഹാമർ ചെയ്യണം. ആരെ? ഒരു ഹാർഡ് സ്റ്റീലിനെ ഹാമർ ചെയ്യണം. ഇത് ഹാർഡ് സ്റ്റീലാണ്, ഇത് ഹാമറാണ്. ഇതെന്താണ്? ഹാർഡ് സ്റ്റീലാണ്. അപ്പോൾ ഇതിന് ഹാമർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനെ വെക്കണം? ഒരു സോഫ്റ്റ് മെറ്റലിനെ വെക്കണം. ഓക്കെ, ഒരു സോഫ്റ്റ് മെറ്റലിനെ വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. അത് ഈ പറയുന്ന പീനിങ് ഹാമറിന് മാത്രമല്ല, ഇൻ ജനറൽ എല്ലാ ഹാമറിൻ്റെയാണ്. ഒരു നോട്ടായിട്ട് എഴുതിക്കോളൂ. ഓൾവേസ് യൂസ് എ പീസ് ഓഫ് സോഫ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. സോഫ്റ്റ് മെറ്റൽ ബിറ്റ്വീൻ ആരുടെ ഇടയിലാണ് വെക്കേണ്ടത്? ദി ഹാമർ ആൻഡ് ദി ഹാർഡ് സ്റ്റീൽ. ദി ഹാമർ ആൻഡ് ഹാർഡ് സ്റ്റീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാമറിനെ കുറിച്ച് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാലറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റേക്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാം, വൈസസിനെ കുറിച്ചിട്ട് പഠിക്കാം, സ്ക്രൂ ഡ്രൈവേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. ഓക്കെ.